കായിക മത്സരങ്ങളിൽ എതിരാളികൾ തമ്മിൽ പാലിക്കുന്ന ഒരു മര്യാദ വിശിഷ്ടവും വിഖ്യാതവും തന്നെയാണ്. അതുകൊണ്ടാണ് കളിക്കളത്തിലെ മാന്യത അഥവാ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന പദപ്രയോഗം തന്നെ നിലനിൽക്കുന്നത്. മാന്യന്മാരുടെ കളി എന്നുള്ള വിശേഷണം നേടിയെടുത്ത കായിക ഇനം തന്നെയാണ് ക്രിക്കറ്റ്. ഈ വർഷം ആദ്യം നടന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിലെ ഇന്ത്യ പാക് മത്സരത്തിനിടയിൽ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ആഗോള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു ചിത്രമുണ്ടായിരുന്നു. ഇന്ത്യ ജയിച്ചു കയറിയ മത്സരത്തിനിടെ പാക് താരം നസീം ഷായുടെ ഷൂലേസ് കെട്ടിക്കൊടുക്കുന്ന വിരാട് കോഹ്ലിയുടെ ചിത്രമായിരുന്നു അത്. കളിക്കളത്തിലെ പോരാട്ട വീര്യത്തിനപ്പുറം തോറ്റവനെ ആശ്വസിപ്പിക്കുന്നവരെയാണ് ലോകം ആദരിക്കുന്നത്. അതുകൊണ്ടാണ് കോഹ്ലിയുടെ ആ ചിത്രം ലോകം നെഞ്ചേറ്റിയത്. ഇന്ത്യയും പാകിസ്ഥാനും നിരന്തരമായി തുടരുന്ന അതിർത്തി തർക്കങ്ങൾ സംഘർഷങ്ങളിലേക്ക് എത്തുന്ന രണ്ട് രാജ്യങ്ങളായിട്ടും അതൊന്നും ബാധിക്കാത്ത ക്രിക്കറ്റ് എന്ന ഒറ്റ വികാരമായിരുന്നു ലോകം കണ്ടത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരത്തിനിടെ ഇന്ത്യ പാക് താരങ്ങളുടെ നിലപാടുകൾ കായിക മാന്യതയുടെ മനോഹരിത ഇല്ലാതാക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ 4 മത്സരത്തിനിടെ പാക് താരങ്ങളുടെ പ്രകോപനപരമായ ചെയ്തികൾ രാഷ്ട്രീയ വിവാദമാണ് ഉയർത്തിയിരിക്കുന്നത്. AK-47 തോക്കുകൊണ്ട് വെടിയുതിർക്കുന്നത് അനുകരിച്ച പാക് ഓപ്പണർ സാഹിബ് സാദ ഫർഹാന്റെയും ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ നിലംപൊത്തുന്നതായി അംഗവിക്ഷേപം നടത്തിയ പേസർ ഹാരിസ് റൌഫിന്റെയും നടപടികളാണ് വിവാദത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഇന്ത്യയെ അപമാനിച്ച പാകിസ്ഥാനുമായി ഇനി കളിക്കരുതെന്നും ഏഷ്യ കപ്പ് ബഹിഷ്കരിക്കണമെന്നുമൊക്കെയാണ് ആവശ്യം ഉയരുന്നത്. ഇന്ത്യക്കെതിരെ അർദ്ധശതകം തികച്ച ശേഷമാണ് ഫർഹാൻ പ്രകോപനപരമായ ആഘോഷം നടത്തിയത്. ബാറ്റ് കൊണ്ട് വെടിയുതിർക്കുന്നതായി കാണിച്ചതാണ് ഫർഹാൻ വിജയം ആഘോഷിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പാക് സൈന്യം വെടിവെച്ചിട്ടെന്ന് ധ്വനിപ്പിക്കുന്നതായിരുന്നു അംഗവിക്ഷേപങ്ങൾ. പാക് കളിക്കാരൻ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അവഹേളിക്കുമ്പോൾ പാകിസ്ഥാന് നമ്മൾ എന്തിന് ലോകോത്തര വേദി ഒരുക്കി കൊടുക്കണം എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച 172 എന്നത് ദുബായിലെ വേഗം കുറഞ്ഞ പിച്ചിൽ അത്ര മോശം സ്കോർ ആയിരുന്നില്ല എങ്കിലും ഇന്ത്യൻ ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. വിജയം പിടിച്ചെടുക്കുകയും ചെയ്തു. ഒരർത്ഥത്തിൽ AK-47 തോക്കിന് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചുള്ള മറുപടി തന്നെ. മത്സരശേഷം പരസ്പരം കൈകൊടുക്കാതെയാണ് രണ്ട് ടീമുകളും കളം വിട്ടത്. 14 നടന്ന ആദ്യ മത്സരത്തിലും പാകിസ്ഥാൻ താരങ്ങളുമായി ഹസ്തദാനത്തിന് നിൽക്കാതെ തന്നെയാണ് സൂര്യകുമാർ യാദവും ശിവൻ ദുബെ മൈതാനത്ത് നിന്ന് മടങ്ങിയത്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാത്തു സൂക്ഷിക്കാത്ത താരങ്ങളുടെ നിലപാട് ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ പാരമ്പര്യത്തിന് ചേരുന്നതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. പാക് ടീമിനെ അത് ഒരിക്കലും ബാധിക്കില്ല. കാരണം രാഷ്ട്രീയപരമായി അന്തഛിദ്രം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ ഭരണാധികാരികൾ അത് മറച്ചു വെക്കാൻ ഏത് നെറുകേടിനെയും അംഗീകരിക്കുകയും ചെയ്യും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ പാക് താരങ്ങളുടെ ഈ പ്രകടനം എന്നത് നിഷേധിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇതിന്റെ പേരിൽ പാകിസ്ഥാനുമായി ഇന്ത്യ മത്സരങ്ങൾ കളിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിട്ടുണ്ടായിരുന്നു. ദേശീയ താല്പര്യത്തെക്കാൾ വലുതല്ല ക്രിക്കറ്റ് എന്നാണ് ഹർജിയിൽ പറഞ്ഞത്. പക്ഷെ കോടതി ഇത് തള്ളുകയായിരുന്നു. കളിയെ കളിയായി കാണാനാണ് നീതിപീഠം പറഞ്ഞത്. കളിയെ അങ്ങനെ തന്നെ കാണണം, പ്രത്യേകിച്ച് താരങ്ങൾ. യുദ്ധത്തിൽ ഏത് രാജ്യത്തെയും പൗരന്മാർ അവരവരുടെ രാജ്യത്തെ പിന്തുണയ്ക്കുക സ്വാഭാവികമാണ്. അത് തെറ്റും ശരിയും നോക്കിയിട്ടോ യുദ്ധം ആഗ്രഹിച്ചിട്ടോ ആകണമെന്നേ ഇല്ല. അവനവന്റെ രാജ്യം എന്നുള്ള വികാരം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ കളിക്കളത്തിൽ നിൽക്കുന്ന കളിക്കാരൻ എങ്ങനെയാണ് ശത്രുവാകുന്നത്? അവർ കളിയിലെ എതിരാളികൾ മാത്രമാണ് എന്നുള്ള വികാരം ഉള്ളതായിരിക്കണം മത്സരാർത്ഥികൾ. അപ്പോഴാണ് കളി മാന്യമാവുന്നത്, കളിക്കളം മത്സരവേദി മാത്രമാവുന്നത്. തലശ്ശേരി ഒ ചന്ദമേനോൻ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥി അഹാൻ അനൂപിനെ കഴിഞ്ഞ ദിവസം കേരളം ആദരിച്ചത് ആ കുഞ്ഞ് എഴുതിയ കളി നിയമത്തിന്റെ പേരിലാണ്. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നാണ് ആ 3ാം ക്ലാസ്സുകാരൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. തോറ്റവരെ മാത്രമല്ല, ആരെയും കളിയാക്കരുത്, ശത്രുവാക്കരുത്. അവർ സഹകളിക്കാരും സഹജീവികളുമാണ്. ലോക ക്രിക്കറ്റിന്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന താരങ്ങൾ അത് തിരിച്ചറിയുകയും കളിക്കളത്തിന്റെ മര്യാദ പാലിക്കുകയും ചെയ്യുക.